നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച വിഷയം ചർച്ച ചെയ്യാൻ കേന്ദ്രത്തോട് സമയം അറിയിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം. ചർച്ചകൾക്കായി ഡൽഹിയിലെത്തുന്ന കേരള സംഘത്തെ സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നയിക്കും. 15-ാം തീയതി വൈകിട്ട് 4 മണിക്കാണ് ചർച്ച. KN ബാലഗോപാലിന് പുറമെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാം, ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി RK അഗർവാളും ചർച്ചയിൽ പങ്കെടുക്കും. കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പും ചർച്ചയിൽ പങ്കെടുത്തേക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. ചർച്ചയെന്ന നിർദ്ദേശം അപ്രതീക്ഷിതമാണ്. മറ്റ് സംസ്ഥാനങ്ങളും കേരള മാതൃക പിന്തുടരുമോ എന്നാണ് കേന്ദ്രത്തിന്റെ ആശങ്ക. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട തർക്കം കേരള സർക്കാരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള സുപ്രീം കോടതി നിർദ്ദേശം അപ്രതീക്ഷിതമായിരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. സുപ്രീം കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശമായതിനാലാണ് എതിർക്കാൻ കേന്ദ്രത്തിന് കഴിയാതെ പോയത്. നയപരമായ വിഷയത്തിൽ കോടതി ഇടപെടില്ലെന്ന പ്രതീക്ഷയിലായിരുന്നു കേന്ദ്ര സർക്കാർ. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിക്കെതിരെ രാഷ്ട്രീയ പോരാട്ടം നടത്താനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ ഇതിനോട് ഒപ്പം നിയമ പോരാട്ടവും നടത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ധനകാര്യമന്ത്രി KN ബാലഗോപാലായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി നേതൃത്വവും ഈ നിർദ്ദേശത്തോട് യോജിച്ചതോടെയാണ് ഒരേസമയം നിയമ പോരാട്ടവും രാഷ്ട്രീയ സമരവും മുന്നോട്ട് പോയത്. മന്ത്രിമാരും ഇടത് MLA-മാരും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഇടപെടൽ ഉണ്ടായത്. ഇത് കേരളത്തിന് ആശ്വാസകരമാണ്. കേരളത്തിന് ഇളവ് അനുവദിച്ചാൽ മറ്റു പ്രതിപക്ഷ സംസ്ഥാനങ്ങളും ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ ആശങ്ക. അതിനാൽ ചർച്ചകളിൽ എത്രത്തോളം ഇളവ് അനുവദിക്കാൻ കേന്ദ്രം തയ്യാറാകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ സുപ്രധാന നിർദ്ദേശവുമായി സുപ്രീം കോടതി ഇന്നാണ് തീരുമാനമെടുത്തത്. കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്രവും കേരളവും തമ്മിൽ ആദ്യം ചർച്ച നടത്തണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. സൗഹാർദ്ദപരമായ സമീപനം ഉണ്ടായിക്കൂടെ എന്നും കോടതി ചോദിച്ചു. ഇതിന് പിന്നാലെ ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്രവും കോടതിയെ അറിയിച്ചു. ഇതോടെ കേരള ധനമന്ത്രിയും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയും ചർച്ച നടത്തട്ടെ എന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിൽ നിലപാട് അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു. ചർച്ച നടത്തുകയാണെങ്കിൽ ധനമന്ത്രി ഇന്നോ നാളെയോ ഡൽഹിയിൽ എത്തുമെന്ന് കേരളം അറിയിച്ചിട്ടുണ്ട്. അതേസമയം നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി അടിയന്തരമായി കടമെടുക്കാനുള്ള അനുവാദവും കേരളം തേടിയിട്ടുണ്ട്. കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമായതിനാലാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും അതിനാൽ തന്നെ ഈ ഹർജി തള്ളണമെന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത്. AG ഇക്കാര്യത്തിൽ വിശദമായ കുറിപ്പും ധനകാര്യ മന്ത്രാലയവും സത്യവാങ്മൂലവും സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ കേരളത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി സമർപ്പിക്കാൻ 3 ആഴ്ചത്തെ സമയവും കേന്ദ്രം തേടിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയംഭരണത്തിൽ കേന്ദ്രം കടന്നുകയറുന്നുവെന്നാണ് കേരളത്തിന്റെ പ്രധാന ആക്ഷേപം. ഇടക്കാല ആശ്വാസവുമായി കേന്ദ്രം ഫണ്ട് നൽകിയില്ലെങ്കിൽ PF നൽകുന്നതിൽ ഉൾപ്പെടെ തടസ്സങ്ങൾ നേരിടുമെന്നും കേരളം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ കോടതി അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം.